നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ പ്രചേതസ്സുകളുടെ കഥ എന്ന 19ാമത്തെ ദശകത്തിലെ അന്തിമ ശ്ലോകം. അവാപ്യദക്ഷം ജസുതം കൃതാധ്വരാഹ പ്രചേതസോ നാരദലബ്ധയാ ഗിരാ അവാപുരാനന്ദപദം തദാവിധഃ ത്വമീശ വാദാലയനാഥ പാഹി മാം. അവാപ്യ ദക്ഷം ച സുതം കൃതാധ്വരാഹ പ്രചേതസഃ നാരദലബ്ധയാ ധിയാ അവാപുഃ ആനന്ദപദം തദാവിധഃ ത്വം ഈശ വാദാലയനാഥ പാഹി മാം. ഇനി ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. പ്രചേതസഃ ദക്ഷം സുതം ച അവാപ്യ കൃതാധ്വരാഹ നാരദലബ്ധയാ ധിയാ ആനന്ദപദം അവാപുഃ. ഹേ ഈശ വാദാലയനാഥ താദൃശഃ ത്വം മാം പാഹി. ഇനി ശ്ലോകത്തിൻ്റെ സാരാംശമാണ് നാം ചർച്ച ചെയ്യുന്നത്, ശ്രദ്ധിക്കുക. ഭഗവത്ഭക്തിയിലൂടെ പ്രചേതസ്സുകൾക്ക് ദക്ഷനെന്ന പുത്രനെ ലഭിച്ചു. അവർ ഭഗവാനെ ആരാധിക്കുകയും നാരദനാൽ ഉപദേശിച്ചു കൊടുത്ത അധ്യാത്മബോധത്താൽ പരമാനന്ദപദം പ്രാപിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ഹേ ഈശ, ഗുരുവായൂരപ്പുരേശ, വാദാലയേശ, അവിടുന്ന് എന്നെയും രക്ഷിക്കണമേ എന്നാകുന്നു ശ്ലോകത്തിൻ്റെ സാരം. നമസ്തേ.